അപ്പ വിളിച്ചായിരുന്നോ? നീ എവിടെ പോയി കിടക്കുവാടാ? ഞാൻ ഇവിടെ അനുവിന്റെ വീട്ടിലുണ്ടപ്പോ. എടാ വെള്ളം പൊങ്ങിയത് കണ്ടില്ലേ നീ? മധ്യ കേരളത്തിന്റെ മലയോരത്ത് നെഞ്ചിടിപ്പിക്കുന്ന കാഴ്ചകൾ. ഒറ്റ രാത്രിയിലെ പെയ്ത്തിൽ വെള്ളത്തിലായി പ്രധാന ടൗണുകൾ. പുഴകളെല്ലാം കരകവിഞ്ഞു. റോഡുകൾ പലതും വെള്ളത്തിനടിയിൽ. ഗതാഗതം താറുമാറായി. അറിയില്ല എന്റെ അപ്പൻ എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവുന്നു. ഇന്ന് ഞാനില്ലാത്തതുകൊണ്ട് എന്റെ അപ്പൻ ജലപാനം പോലും ചെയ്തിട്ടുണ്ടാവില്ല. അയ്യോ, ഇറച്ചി നല്ലോണം ഇട്ടെടുത്ത് സലീമ, നമ്മളെ നാട്ടുകാർ വയറിറച്ചി കഴിക്കട്ടെ. കോലറക്കല് പൊയ്തൂട്ടിയാക്കിന്റെ പൊരേ നല്ലാണ്ട് വേറെ എവിടുന്ന ഇങ്ങനെ ബിരിയാണി കിട്ടിയ നാട്ടുകാർക്ക്? ബിരിയാണി നമ്മൾ കാണാത്തട്ടാണ്. ചാറിങ് ഒഴിച്ച മോളെ. ഇത്ര നേരമായിട്ട് നമ്മുടെ ഇവിടുത്തെ അധികാരികളെ ആരെയും കണ്ടില്ല എന്നുള്ളതാണ് ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. പ്രധാന കർത്തവ്യം എന്താണെന്നുള്ളത് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകും. ജീവനും സ്വത്തിനും. നിന്റെ വീട്ടില് വെള്ളം കയറാൻ സാധ്യയില്ലല്ലോ? ഒരിക്കലുമില്ല. അത് നിന്റെ അഹങ്കാരം കണ്ടപ്പോ മനസ്സിലായി. സംസ്ഥാനം കാലവർഷക്കെടുതിയിൽ ദുരിതം നേരിടുമ്പോൾ യൂത്ത് ലീഗ് നേതാവിന്റെ സൽക്കാര വിരുന്നിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വിമർശനം. ഇവനേതാ? തിരിച്ചു ഓർത്താ ചേച്ചി എന്താണ് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. താനെന്താ ഇവിടെ? സാറെന്താ ഇതിനകത്ത്? ഇതെവിടെയായിരുന്നു സാർ ഇത്ര നേരം? ഇനി തപ്പാ തലം ബാക്കിയൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം 2018 വെള്ളപ്പൊക്കത്തിൽ ഞാൻ ഒത്തിരി പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ കൂടെ സഹകരിച്ചെന്ന് പറഞ്ഞാൽ NDRFന്റെ കൂടെ തന്നെ കട്ടയ്ക്ക് നമ്മളുണ്ടായിരുന്നു. പക്ഷേ ഈ നേരം വരെ ഒരാളെ പോലും നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ്. സർക്കാരിന് പോലും ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യാനാ? ഒക്കെ ശരിയാവും. ഊണ് കുറച്ച് കൂടുതലായി പോയി. നാരായണയുടെ കൈപ്പുണ്യം ചതിച്ചു. ഇനി ഒന്നും മയങ്ങണം. അതായത് കഴിഞ്ഞ തവണ പ്രകൃതിക്ഷോഭം ഉണ്ടായ സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മറ്റു പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹം വ്യാപൃതനായത്. എന്നാൽ ഇന്നത്തെ മുഖ്യമന്ത്രി അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഇതെന്തും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഏതാണ്ട് ഈ ഒരു ഗുളിയാ തന്നത്. രാവിലേക്ക് നിങ്ങളെ മാറ്റുന്നല്ലാതെ സൗകര്യങ്ങളൊന്നും എന്തോ സൗകര്യങ്ങളാണ്, എന്തുവാ, എന്തിനാ ഇത്? എന്റെ അലക്സേ, നീ ഇതൊന്നും അറിയുന്നില്ലേ? നമ്മുടെ നാട്ടിലൊരു ദുരന്തം നടക്കുമ്പോൾ കുറച്ചുകൂടെ ഉത്തരവാദിത്തം കാണിക്കണം. കേരളത്തിലെ പല ക്യാമ്പുകളിലും അവശ്യ സാധനങ്ങളില്ല. എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്തോ ഗവൺമെന്റ് ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കേറി പോന്നു. ഇനി ഞങ്ങള് കണ്ടോളാം. അങ്ങനെ ചോദിച്ചാ ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ. കറക്റ്റ്. ഓക്കെ. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. അമ്മേ, രാവിലെ എന്തൊക്കെയോ പരാതി, അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു? എന്റെ പൊന്നു എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന വിജിരിമോൻ പറഞ്ഞു ഇന്നതുപോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത്രേ ഉള്ളു കാര്യം, അല്ലാതെ ഒരു കാര്യവും ഇല്ല. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. കാറ്റോടൊപ്പം തൂറ്റാൻ നോക്കുക. എല്ലാത്തിനും നിങ്ങൾ രാഷ്ട്രീയം കാണില്ലേ? ഒരു ദുരന്തം ഉണ്ടായതാ, ഉണ്ടാക്കിയോണ്ട് ഇതിന് വ്യത്യസ്ത വീണ നമ്മളല്ല. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. പ്രളയമല്ല, ഓക്കിയല്ല, കോവിഡല്ല, മൂക്കിന്റെ മുകളിൽ ശ്വാസം വെള്ളം വന്ന് നിൽക്കുന്നത് വരെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേ നിൽക്കും. ജനാധിപത്യം ഞങ്ങളെ പഠിപ്പിച്ചത് അപ്പോഴും രാഷ്ട്രീയം പറയണമെന്നാണ്. എന്നാ പിന്നെ അനുഭവിച്ചോട്ടോ. നിങ്ങളെ ചെയ്തത് വിഡ്ഢിത്തം. അതൊരു ബ്ലാക്ക് ഹ്യൂമർ ആയിട്ട് കരുതിയാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞു. ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ. മുഖ്യമന്ത്രി ഇപ്പോ പട്ടിണി കിടക്കണമെന്ന് ഇവർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഉച്ചഭക്ഷണം കഴിച്ചൊരു ചിത്രം എടുത്താണ് ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത്. അല്പം സ്വല്പം കോഴി ബിരിയാണി കഴിക്കുന്നത് വർഗീയതയാണോ എന്ന് ഞാൻ വെല്ലുവിളിക്കാം. ബിരിയാണി ബാക്കിയാവുന്നാ തോന്നണേ. ബിരിയാണി ബാക്കി വന്നാൽ അതിൽ തൊള്ളയിൽ നമ്മൾ കുത്തിക്കയറ്റും. നാട്ടിലുള്ള മുഴുവൻ ആളുകളെ വിളിക്കാൻ നമ്മൾ പറഞ്ഞു വിട്ടല്ലോ.